ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം PSC അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്മാർട്ട് റിവിഷൻ സീരീസിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് ഹിസ്റ്ററി നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അല്ല ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വരാൻ സാധ്യതയുള്ള എല്ലാത്തരം ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധം, ഇത് PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. കുളച്ചൽ യുദ്ധം PSCയുടെ ഒട്ടുമിക്ക പേപ്പറിലും ഒരു ചോദ്യം കുളച്ചൽ യുദ്ധത്തെ പറ്റി അല്ലെങ്കിൽ കുളച്ചൽ യുദ്ധം റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. PSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടത്, കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് 1741. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അതേപോലെ ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഇതിൽ എന്ത് സംഭവിച്ചു? ഡച്ചുകാർ പരാജയപ്പെട്ടു. അതായത് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് കൂടി ഈ ഒരു സംഭവം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഓക്കെ. ഇതിനൊരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, ഈ മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോകാനും പാടില്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചോ. ഓപ്ഷൻ ബി ആണ്, 1865 ആണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഇത് പുറപ്പെടുവിച്ച രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. ആയില്യം തിരുനാളിന്റെ സമയത്താണ് ഇത് പുറപ്പെടുവിച്ചതെന്ന് ഓർക്കുക. 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്ന് വെച്ചാൽ എന്താ? പണ്ടാരപ്പാട്ട എന്ന് വെച്ചാൽ എന്താ? അതായത് ഗവൺമെന്റ് വക ഭൂമി, പണ്ടാര വക ഭൂമി കുടിയാന്മാർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ആൾക്കാർക്ക് സ്വന്തമായിട്ട് പതിച്ചു കൊടുത്ത ഒരു വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, പണ്ടാരപ്പാട്ട വിളംബരം 1865. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നല്ല ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്തിരിക്കുക ആ വർഷം. പണ്ടാരപ്പാട്ട വിളംബരം 1865. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ കൃതികളല്ലാത്തത് ഏത്? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ, അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇടയ്ക്കിടെ മാറ്റിയും തിരിച്ചും ഇത് ചോദിക്കാറുമുണ്ട്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത്. ഓക്കെ. ആത്മോപദേശ ശതകം ചട്ടമ്പി സ്വാമിയുടെ ആണോ? അല്ല. ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടെ ആണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെ ആണ്. അഭിനവ കേരളം ചട്ടമ്പി സ്വാമിയുടെ ആണോ? അല്ല. ഇതിലേതൊക്കെയാ ഉത്തരം വരുന്നത്? 1 and 4 എന്നിവ. സി ആണ് ഉത്തരം. സി ആണ് ഉത്തരം. ഓക്കെ. ആദിഭാഷ, പ്രാചീന മലയാളം, ഇത് രണ്ടും ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. നമ്മൾ ഫർദറായിട്ട് പഠിക്കും. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഗൈൻ ചോദ്യം നോക്കിക്കോളൂ. ചട്ടമ്പി സ്വാമികളെ പറ്റി. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണെന്ന്. ഓക്കെ. ആത്മോപദേശ ശതകം ആണോ? അല്ല. ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. ഈ ഓപ്ഷൻ പോയി. ഓക്കെ. പ്രാചീന മലയാളം ശരിയാണ്, ചട്ടമ്പി സ്വാമിയുടെ ആണ്. ആദിഭാഷ ശരിയാണ്, ചട്ടമ്പി സ്വാമിയുടെ ആണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ ആണ്. എന്നാൽ അഖിലത്തിരുട്ട് ചട്ടമ്പി സ്വാമികളുടെ അല്ല. ഓക്കെ. അപ്പൊ ഇതിൽ ഓപ്ഷൻ ഏതാ വരുന്നത്? 2 ഓൺലി ആണ്. 2 ഓൺലി, രണ്ടും മാത്രം. സി ആണ് ഉത്തരം. ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ ഏതെന്ന് ചോദിച്ചാൽ സി ആണ് ഉത്തരം. സി. ആത്മോപദേശ ശതകം ആരുടെയാ? ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. ഓർത്തിരിക്കുക. അതേപോലെ അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടെ ആണ്. വൈകുണ്ഠ സ്വാമികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വൈകുണ്ഠ സ്വാമികൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം. ഇങ്ങനെ ഓർത്തിരിക്കുക. സമത്വം എവിടെയാ സമത്വം ഉണ്ടാകുന്നത്? ഈശ്വരന്റെ അടുത്ത്, വൈകുണ്ഠത്തിൽ. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ വൈകുണ്ഠ സ്വാമികളാണ് എന്ത്? സമത്വ സമാജം ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നിങ്ങൾ എല്ലാവരും അങ്ങനെ കേട്ടിരിക്കാൻ വഴിയില്ല. ഡീപ്പായിട്ട് പഠിക്കുന്നവർ കേട്ടിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ്, കുളച്ചൽ യുദ്ധം എപ്പോഴാ? ഞാൻ പറഞ്ഞു 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741. ഓക്കെ. ആറ്റിങ്ങൽ കലാപം, ഇതും നമ്മൾ കേട്ടിരിക്കുന്നതാണ്. എപ്പോഴാ? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഓക്കെ. ശ്രീരംഗപട്ടണം ഉടമ്പടി എപ്പോഴാണ് നടന്നത്? 1792. 1792. ഓക്കെ.
സോ നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാവും മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണത്തിന് ശേഷമാണ് എന്ത് നടന്നത്? കുളച്ചൽ നടന്നത്. സ്ഥാനാരോഹണം നടന്ന് മാർത്താണ്ഡവർമ്മ രാജാവായതിനു ശേഷമല്ലേ കുളച്ചൽ നടത്തി എന്ത് ചെയ്തത്? ഡച്ചുകാരെ പരാജയപ്പെടുത്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് എന്ത് വരുള്ളൂ? 2 വരുള്ളൂ. അതേപോലെ ശ്രീരംഗപട്ടണ ഉടമ്പടി എപ്പോഴാ? 1792 1792. അപ്പൊ അതാവണം ഏറ്റവും അവസാനം വരേണ്ട ഓപ്ഷൻ. അപ്പൊ അവസാനം 4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ? 2 ഓപ്ഷൻ. ഇത് രണ്ടും അങ്ങ് തട്ടി. ഓക്കെ, അവസാനം 4 വരുന്ന 2 ഓപ്ഷൻ. ഓക്കെ, സ്ഥാനാരോഹണം കഴിഞ്ഞിട്ടേ കുളച്ചൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 1 കഴിഞ്ഞാലേ 2 വരാൻ പാടുള്ളൂ. 1 കഴിഞ്ഞിട്ട് 2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2ലും 1 കഴിഞ്ഞിട്ടാണ് 2 വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമുക്ക് ആ ഒരു ലോജിക്കലി എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് നമുക്ക് നോക്കാം? ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ് നടന്നത്? 1721. ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞിട്ടാണ് എന്ത്? കുളച്ചൽ യുദ്ധം 1741. അപ്പൊ 3 കഴിഞ്ഞ് 2 വരുന്ന ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഓക്കെ, സി ആണ് ഉത്തരം. സി. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നടന്നത് 1729 ആ ഒരു സമയം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സി ആണ് ഉത്തരം. 3124. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസിന്റെ എല്ലാ കൃത്യമായ വർഷവും നിങ്ങൾക്ക് അറിയണമെന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന വർഷങ്ങൾ നിങ്ങൾ മാപ്പ് ചെയ്യുക, എന്നിട്ട് ഓപ്ഷനിലോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ലോജിക്കലായിട്ട് ഇത് കഴിഞ്ഞാണ് അത് വരുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഈ ഓപ്ഷൻ ഇപ്പോൾ 5 6 ഓപ്ഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ ജോഡി. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികളാണോ? അല്ല, തെറ്റാണ്. തെറ്റ്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ ശരിയാണ്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരാ? കുമാരഗുരുദേവനാണ്. അല്ലെങ്കിൽ വേറൊരു പേരിലും കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ? പൊയ്കയിൽ യോഹന്നാൻ എന്നും പഠിച്ചിട്ടുണ്ടാവും. പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ ശരിയാണ്. ഓക്കെ. യോഗക്ഷേമ സഭ അയ്യങ്കാളിയാണോ? അല്ല. യോഗക്ഷേമ സഭ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന അറിയാം, വി.ടി. ഭട്ടതിരിപ്പാടിനെയാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. ഓക്കെ, യോഗക്ഷേമ സഭ അയ്യങ്കാളിയല്ല. ആത്മവിദ്യാസംഘം ആരാ? വാഗ്ബടാനന്ദനാണ്. വാഗ്ബടാനന്ദൻ. വൈകുണ്ഠസ്വാമികളല്ല. തെറ്റാണ്. ഓക്കെ, നമ്മുടെ ഉത്തരം എന്താ? 2 and 3 ആണ്. 2 and 3. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി. അപ്പോൾ 2 ഉം 3 ശരിയാണ്. അപ്പൊ തെറ്റായ ജോഡി 1 and 4 ആണ്. എ ആണ് ഉത്തരം. 1 and 4. ഓക്കെ ഓക്കെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം. ഓക്കെ, സാധുജന പരിപാലന സംഘം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1936 വർഷവും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഏത് രാജാവാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, മഹാരാജാവിന്റെ പേര് ഓർക്കുക, വർഷം ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഓക്കെ, 1936. ഓക്കെ, 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതിലില്ല. സബ്സിഡറി അലയൻസിൽ ഒപ്പുവെച്ചപ്പോഴാണ് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിനെ അത് ബാധിച്ചത്. ബ്രിട്ടീഷ് റീജന്റിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അതായിരുന്നു ഉത്തരം വരേണ്ടത്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിവർത്തന പ്രക്ഷോഭം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിവർത്തന പ്രക്ഷോഭം എപ്പോഴാണ് നടന്നിരിക്കുന്നത്? 1932. 1932 നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? അതായത് ദളിതർക്ക്, ക്രിസ്ത്യാനികൾക്ക് ഒക്കെ നിയമനിർമ്മാണ സഭയിലെ തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നിവർത്തന പ്രക്ഷോഭം നടന്നിരുന്നത്. ഓക്കെ ഓക്കെ ബി ആണ് ഉത്തരം. നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യമാണ് ഉത്തരം. ഓക്കെ, കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനം, ആലുവ സർവമത സമ്മേളനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓക്കെ, നാച്ചുറലി നമ്മൾ ആലുവ സർവമത സമ്മേളനം കേൾക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെയാണ് നമുക്ക് ഓർമ്മ വരിക. ഈ ആലുവ മതസമ്മേളനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. എല്ലാവരെയും വിളിച്ചതും ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന ഈ ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജസ്റ്റിസ് ടി സദാശിവം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അധ്യക്ഷത വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ
ആ സമയത്തെ മദ്രാസ് ചീഫ് ജസ്റ്റിസ് ടി സദാശിവ് ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. ഓർഗനൈസ് ചെയ്ത ആളാണ് ആര്? ശ്രീനാരായണ ഗുരു. ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഓക്കെ. കീഴരിയൂർ ബോംബ് കേസ്, ഇതും ഇടയ്ക്കിടെ വരാറുള്ള ഒരു ചോദ്യമാണ്. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? സി ആണ് ഉത്തരം. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പൊ ഇതിന്റെ വർഷം കൂടി നിങ്ങൾക്ക് അറിയാലോ. ക്വിറ്റ് ഇന്ത്യ വർഷം എപ്പോഴാണ്? 1942 ആണ്. 1942. കീഴരിയൂർ ബോംബ് കേസും 1942 ആണ്, 1942. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കണ്ടില്ലേ, വീണ്ടും കുളച്ചൽ യുദ്ധം മറ്റൊരു രീതിയിൽ ചോദിക്കുന്നുണ്ടല്ലേ. അങ്ങനെ പറഞ്ഞത് കുളച്ചൽ യുദ്ധം പല തരത്തിൽ വർഷമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ആരുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിക്കും, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് എന്താ ഉള്ളത്? പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റുന്ന എങ്ങോട്ടാ? കുളച്ചൽ യുദ്ധം 1741. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലേ. ഓക്കെ ഓക്കെ. കുറിച്യ കലാപം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കുക. 1812 1812 കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1812 രാമൻ നമ്പി. ഓക്കെ. ഉദയംപേരൂർ സുനോദോസ് നടന്നത് 1599 1599 നടന്നത്. അതേപോലെ ആറ്റിങ്ങൽ കലാപം 1721 ഓക്കെ. ഇവിടെ നമ്മുടെ ഉത്തരം കുളച്ചൽ യുദ്ധമാണ്, അത് മറന്നുപോലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം. PSCയുടെ സ്ഥിരം ചോദ്യം ആയതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ജനനം 1856 ഓഗസ്റ്റ് 20. 1856 ജനനം. സ്ഥലം ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി. ഓക്കെ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ. ഓക്കെ. ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠ എപ്പോഴാ? 1888. അരുവിപ്പുറം ക്ഷേത്രത്തിന് പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരസ്ത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. ഓക്കെ. SNDP യോഗം. SNDP 1903 സ്ഥാപിച്ചത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 സ്ഥാപിച്ചത്. 1903. ഇതിന്റെ സ്ഥിരം അധ്യക്ഷൻ ആരാ? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ഥിരം അധ്യക്ഷൻ. ഓക്കെ, സ്ഥിരം അധ്യക്ഷൻ. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറിയും കൂടി ഒന്ന് പഠിച്ചു നോക്കുക. കുമാരനാശനാണ്. കുമാരനാശൻ. ഓക്കെ. ശിവഗിരി മഠം 1904 സ്ഥാപിച്ചത്. ശിവഗിരി മഠം 1904 സ്ഥാപിച്ചു. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സർവമത സമ്മേളനം 1924 ആലുവയിൽ സംഘടിപ്പിച്ചു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം ആണിത്. ഇത് ആലുവയിലെ ശ്രീനാരായണ ഗുരുവാണ് ഓർഗനൈസ് ചെയ്തത്. ഓക്കെ. രവീന്ദ്രനാഥ ടാഗോർ 1922 ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടി. അതേപോലെ മഹാത്മാഗാന്ധി 1925 എവിടെ നിന്ന് കണ്ടുമുട്ടി? ശിവഗിരിയിൽ വെച്ച് തന്നെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വേർഡിങ്സ് നമുക്കൊന്ന് പഠിക്കാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇതൊക്കെ നിങ്ങൾ സ്കൂൾ കാലം മുതൽ കേൾക്കുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും, എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി സ്ഥിരം വരുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം എഴുതിയ കൃതികൾ. ഓക്കെ. ആത്മോപദേശ ശതകം, പിന്നെ ദൈവശതകം, ദൈവദശകം. ഓക്കെ. ആത്മോപദേശ ശതകം, ദശകം, ഇങ്ങനെ ഓർത്തിരിക്കുക. ശതകമുണ്ട്, ദശകമുണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് എന്താ? ദർശനമാല. ശതകം, ദശകം, ദർശനമാല, പിന്നെ ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ പറ്റി. ഓക്കെ. ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഓക്കെ. ഇത്ര കാര്യങ്ങളെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ പറ്റി എല്ലാവരും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 1853. ഓക്കെ.
ഓക്കെ. ഇദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ വിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, ബാലഭട്ടാരകൻ, അതേപോലെ കാഷായം ധരിക്കാത്ത സന്യാസി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആളാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ഓക്കെ. ഇദ്ദേഹം ചട്ടമ്പി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം ചട്ടമ്പി ആയതുകൊണ്ടല്ല, കളരിയില് രാമനാശാന്റെ കളരിയിലെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ, മീൻസ് എല്ലാം ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ചട്ടമ്പി എന്നുള്ളൊരു പേര് വന്നത്. അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഇപ്പൊ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേദാധികാര നിരൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, പഴയത് അല്ലെ പ്രാചീനമായിട്ടുള്ള പ്രാചീന മലയാളം അല്ലെങ്കിൽ വേദങ്ങളെ പറ്റിയുള്ള ഇതൊക്കെ ചട്ടമ്പി സ്വാമിയാണെന്ന് ജസ്റ്റ് ഒരു കോഡ് വെച്ച് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പഴയ കാര്യങ്ങളൊക്കെ പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ഓക്കെ. ഇങ്ങനെയൊക്കെ ഒരു പേരിൽ നിങ്ങൾക്ക് ഒരു മാച്ച് തോന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് ചട്ടമ്പി സ്വാമിയാണെന്ന് എങ്ങനെയും കോഡ് വെച്ച് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം എഴുതിയ കൃതികൾ. അതേപോലെ അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത ചിന്താ പദ്ധതി, നിജാനന്ദ വിലാസം, ക്രിസ്തുമതഛേദനം, ക്രിസ്തുമതഛേദനം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക ചട്ടമ്പി സ്വാമികളെ പറ്റി. ഓക്കെ. ക്രിസ്തുമതഛേദനം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ടൈം ലൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇവന്റ്സ്, ഇതിന്റെ വർഷം നമ്മൾ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വർഷം വെച്ച് മാപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അലൈൻ ചെയ്യാൻ വരാം, അല്ലെങ്കിൽ വർഷം തന്നെ ചോദിക്കാൻ കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ടൈം ലൈൻ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യം വരാറുള്ളൂ. ഓക്കെ. ഇത്രയും വർഷങ്ങൾ നിങ്ങൾ കേരള ഹിസ്റ്ററിയെ പറ്റി ഓർത്തിരുന്നേ പറ്റൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. നമുക്ക് 498 തുടങ്ങാം. 1498 എന്താ സംഭവിച്ചത്? വാസ്കോഡ ഗാമ കാലിക്കറ്റ് കപ്പലിറങ്ങി. പാലപ്പറ്റ എവിടെ? കാപ്പാട് ബീച്ചിൽ കപ്പലിറങ്ങി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഷിപ്പിലായിരുന്നു? സെന്റ് ഗബ്രിയൽ എന്ന് പറഞ്ഞ ഷിപ്പിലായിരുന്നു. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അതിന്റെ കൂടെ. 1498 വാസ്കോഡ ഗാമ കാലിക്കറ്റ് കാപ്പാട് കപ്പലിറങ്ങി എന്ന് ഓർക്കുക. 1599 ഞാൻ നേരത്തെ പറഞ്ഞു ഉദയംപേരൂർ സൂനഹദോസ് നടന്നു. ഉദയംപേരൂർ സൂനഹദോസ് നടന്നു. ഓക്കെ. ഉദയംപേരൂർ സൂനഹദോസ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു സ്പ്ലിറ്റ് നടന്ന് ഇത്രയും ആൾക്കാർ റോമിന്റെ കീഴിലോട്ട് റോമിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു ഉദയംപേരൂർ സൂനഹദോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. 1695 അഞ്ചുതെങ്ങ് ഫാക്ടറി. അഞ്ചുതെങ്ങുകൾ കേട്ടിട്ടുണ്ടാവല്ലോ. അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട 1695 പണിയെടുപ്പിച്ചതെന്ന് ഓർക്കുക. 1695. ഓക്കെ. 1721 നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യം ആറ്റിങ്ങൽ കലാപം. 1721. 1721 ആറ്റിങ്ങൽ കലാപം. 1741 ഞാൻ പലതവണ പറഞ്ഞു കുളച്ചൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. 1741. ഓക്കെ. 1792 എന്തായിരുന്നു? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു എന്ത് ഒപ്പുവെച്ചത്? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഒപ്പുവെച്ചതെന്ന് ഓർക്കുക. 1792. ഓക്കെ. 1792. 1805 എന്ത് സംഭവിച്ചു? ഡെത്ത് ഓഫ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ ഡെത്ത് സംഭവിച്ചു. 2 കാലഘട്ടങ്ങളിലായിട്ടാണ് പഴശ്ശി യുദ്ധം നടക്കുന്നത്. 1793 to 97 വരെയും 1800 മുതൽ 1805 വരെയും. 1805 പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. 1805. ഓക്കെ. 1809 ഇമ്പോർട്ടന്റ് കാര്യം നടന്നു. എന്തായിരുന്നു? കുണ്ടറ വിളംബരം, കുണ്ടറ പ്രൊക്ലമേഷൻ. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. കുണ്ടറ വിളംബരം ആരാ ചെയ്തത്? വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ. 1809 കൃത്യമായിട്ട് പഠിക്കണേ. 1812 ഞാൻ പറഞ്ഞു എന്തായിരുന്നു? കുറിച്യ കലാപം. കുറിച്യ കലാപം 1812 കുറിച്യ കലാപം. മെയിൻ ലീഡർ രാമൻ നമ്പിയാണ്. രാമൻ നമ്പി. ഓക്കെ. അതേപോലെ 1812 തന്നെയാണ് എന്ത്? തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിർത്തലാക്കിയതും 1812 ആരായിരുന്നു നിർത്തലാക്കിയത്? റാണി ഗൗരി ലക്ഷ്മിബായി. ട്രാവൻകൂറിന്റെ റീജന്റ് ആയിട്ടുള്ള റാണി ഗൗരി ലക്ഷ്മിബായി 1812 അടിമക്കച്ചവടവും നിർത്തലാക്കി നോക്കുക. ഓക്കെ. 1834 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ട്രാവൻകൂറിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1834. ഇതിന്റെ ഒപ്പം തന്നെ രാജാവിന്റെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക. സ്വാതി തിരുനാളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സ്വാതി തിരുനാൾ. ഓക്കെ. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടമാണ് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം.
ആ സമയത്ത് 1834 തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർക്കുക. ഓക്കെ. 1891 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു. മലയാളി മെമ്മോറിയൽ. 10,028 ആൾക്കാർ സൈൻ ചെയ്ത ഒരു പെറ്റീഷൻ അന്നത്തെ രാജാവ് ഏത് രാജാവിനായിരുന്നു? ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എന്ത്? മലയാളി മെമ്മോറിയൽ. ഓക്കെ. 1891. അത് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓർക്കുക, 5 വർഷത്തിന് ശേഷം 1896 എന്ത് സബ്മിറ്റ് ചെയ്തു? ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവൊക്കെ നേതൃത്വം നൽകിയ ഈഴവ മെമ്മോറിയൽ 1896 സബ്മിറ്റ് ചെയ്തു നോക്കുക. 91 മലയാളി മെമ്മോറിയൽ, 5 വർഷം കഴിഞ്ഞ് 96 ഈഴവ മെമ്മോറിയൽ. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് 1905 സ്വദേശാഭിമാനി. ഓക്കെ. സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. സ്റ്റാർട്ട് ചെയ്ത ആരാ? സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തത് 1905. 1905 നിങ്ങൾ മോഡേൺ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടാവും. സ്വദേശി മൂവ്മെന്റ് ഒക്കെ നടക്കുന്ന സമയമാണ് 1905. സ്വദേശി പ്രസ്ഥാനമൊക്കെ സ്ട്രോങ് ആയിരിക്കുന്ന സമയമാണ് 1905. ഈ സമയത്താണ് സ്വദേശാഭിമാനി എന്ന ന്യൂസ് പേപ്പർ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർക്കുക. 1905. 1907 അയ്യങ്കാളി എന്ത് സ്റ്റാർട്ട് ചെയ്തു? നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു സാധുജന പരിപാലന യോഗം 1907 സ്റ്റാർട്ട് ചെയ്തത്. സാധുജന പരിപാലന യോഗം ആര് സ്റ്റാർട്ട് ചെയ്തു? അയ്യങ്കാളി. ഓക്കെ. 1914 NSS നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചു. 1914 NSS സ്ഥാപിച്ചു മന്നത്ത് പത്മനാഭൻ. ഓക്കെ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 നടന്ന വാഗൺ ട്രാജഡി. 1921. ഓക്കെ. 1921 തന്നെയാണ് എന്ത്? ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് എവിടെ നടന്നു? ഒറ്റപ്പാലത്ത് നടന്നു. ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ്. ഇതിനെ പ്രിസൈഡ് ചെയ്ത ആള് ടി പ്രകാശം. ഓക്കെ. ടി പ്രകാശം ഒറ്റപ്പാലത്താണ് നടന്നത്. ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് 1921 നടന്നു എന്ന് ഓർക്കുക. അതേ വർഷം തന്നെയാണ് വാഗൺ ട്രാജഡിയും സംഭവിച്ചത്. ഓക്കെ. 1924 എന്ത് സംഭവിച്ചു? വൈക്കം സത്യാഗ്രഹം. നിങ്ങൾ വർഷങ്ങളായിട്ട് പഠിക്കുന്നതായിരിക്കും. വൈക്കം സത്യാഗ്രഹം 1924. ഓക്കെ. 1930 എന്താ? ഉപ്പ് സത്യാഗ്രഹം. 30, 31, 32 എങ്ങനെ പഠിക്കാം? ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. കോഡ് വെച്ച് ഓർക്കുക. ഉഗുനി അങ്ങനെ എന്തെങ്കിലും ഓർക്കുക. ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം അങ്ങനെ ഓർക്കുക. 30, 31, 32 ഉഗുനി. അപ്പോൾ നിങ്ങൾക്ക് 3 വർഷം പഠിക്കാൻ എളുപ്പമായിരിക്കും. 30, 31, 32 ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഓക്കെ. 1936 എന്ത് സംഭവിച്ചു? ഓക്കെ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശന വിളംബരം. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ബൈ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം. അത് പഠിക്കുമ്പോൾ തന്നെ ആ സമയത്തെ ദിവാനെ കൂടി ഓർത്തിരിക്കുക. ഇൻ ദ അഡ്വൈസ് ഓഫ് സർ CP രാമസ്വാമി അയ്യർ ആണ് ആ സമയത്തെ ദിവാൻ. CP രാമസ്വാമി അയ്യർ. ഓക്കെ. 1936. 1941 എന്ത് സംഭവിച്ചു? കയ്യൂർ സമരം. ഇതൊക്കെ ചോദ്യങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട്, അതുകൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1941 കയ്യൂർ സമരം നടന്നത്. കയ്യൂർ എവിടെയാ? കാസർഗോഡാണ് കയ്യൂർ സമരം. 1941. 1946 പുന്നപ്ര വയലാർ സമരം. 1946. പുന്നപ്ര വയലാർ സമരം 1946. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇത്രയും വർഷങ്ങൾ ക്ലിയർ ആണല്ലോ? ഇത്രയും വർഷം നിങ്ങൾ പഠിച്ചേ പറ്റൂ. പലതരത്തിൽ PSC ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ആഡ് ചെയ്തത്. ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും ബൈഹാർട്ട് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും കോഡ് വെച്ചോ മറ്റോ നിങ്ങൾ ഓർത്തിരിക്കുക ഇത്രയും വർഷങ്ങൾ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് 1947 സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന എല്ലാം കഴിഞ്ഞ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന എപ്പോഴാണ്? 1956. 1956. അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ വന്നു. ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ടെല്ലാം പ്രകാരം 1956 നവംബർ 1 കേരളം നിലവിൽ വരുന്നത്.
1956 നവംബർ 1. ഓക്കെ. അതേപോലെ ആ കമ്മീഷന്റെ പേര് കൂടി നിങ്ങളൊന്ന് പഠിക്കുക. ഫസൽ അലി കമ്മീഷനാണ്. ഫസൽ അലി കമ്മീഷൻ. ഓക്കെ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചതാണ് ഫസൽ അലി കമ്മീഷൻ. ഭാഷയും ഒരു മാനദണ്ഡമായിരുന്നു ഫസൽ അലി കമ്മീഷന്റെ. അതിന് മുമ്പുള്ള കമ്മീഷനൊന്നും ഭാഷയുടെ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സമരം ചെയ്ത് 1953 ആന്ധ്ര സംസ്ഥാനം ആദ്യം നിലവിൽ വന്നു. പോട്ടി ശ്രീരാമലു ഫാസ്റ്റിംഗ് നടത്തി മരിച്ചു. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. 53 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. അതിനുശേഷം ഫസൽ അലി കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിച്ചു. ഇതിന്റെ നിർദ്ദേശപ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ. അതുപോലെ തന്നെ മലബാർ, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭൂരിഭാഗം പ്രദേശങ്ങളും കേരളത്തോട് ലയിപ്പിച്ചു. കന്യാകുമാരി അങ്ങോട്ട് പോയി, തമിഴ്നാട്ടിലോട്ട് പോയി. കന്യാകുമാരി തമിഴ്നാട്ടിലോട്ട് പോയി. ഓക്കെ. ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിക്കുന്ന എപ്പോഴാണ്? 1957 EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് ഓർക്കുക. EMS നമ്പൂതിരിപ്പാട് 1957 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടാണ്. ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് EMS നമ്പൂതിരിപ്പാടിന്റെ കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് കൂടി ഓർക്കുക. ഓക്കെ. പിന്നെ ഈ സർക്കാരിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല. വിമോചന സമരത്തിലൂടെ 1959 തന്നെ സർക്കാരിനെ പിരിച്ചുവിട്ടു. 1959 വിമോചന സമരം, ആ വർഷം കൂടി ഒന്ന് ഓർത്തിരിക്കുക. വിമോചന സമരത്തിന്റെ ഫലമായി സർക്കാരിനെ പിരിച്ചുവിട്ടു. ആർട്ടിക്കിൾ 356 പ്രകാരം കേരളത്തിൽ സ്റ്റേറ്റ് എമർജൻസി നിലവിൽ വന്നു. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ കേരള ഹിസ്റ്ററി നിങ്ങൾ ഓർത്തിരിക്കുക. പലതവണ PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അത് വൈകാതെ തന്നെ ഞങ്ങൾ ആ ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.